ഹായ്, ഇന്ന് നമുക്ക് റിംഗ് നോട്ട് വെച്ചിട്ട് ഒരു ഫ്ലവർ എങ്ങനെ ചെയ്തെടുക്കാമെന്ന് നോക്കാം. അപ്പോൾ ഫ്ലവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ചെറിയൊരു സർക്കിൾ വരച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ ആങ്കർ ത്രെഡ് 6 strands ആണ് എടുത്തേക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഫ്ലവർ ചെയ്യുമ്പോൾ പുറത്തുനിന്ന് ചെയ്ത് അകത്തോട്ടാണ് വരേണ്ടത്. എന്നാലേ നമുക്ക് ആ ഫ്ലവറിൻ്റെ ഷേപ്പ് കിട്ടുള്ളൂ. ആദ്യം പുറത്ത് ഒരു സർക്കിൾ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ അകത്ത് ഒരു സർക്കിൾ ചെയ്ത് അങ്ങനെ ചെയ്താണ് ഈ സർക്കിൾ ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ റിംഗ് നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ കൂടെ സൂചി പുറത്തേക്ക് എടുത്തു. എന്നിട്ട് ഒരു തവണ ചുറ്റി ഇതുപോലെ അപ്പോൾ അങ്ങനെ നമുക്ക് ഒരു റിംഗ് നോട്ട് കിട്ടി. ഇനി അടുത്തത് ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് വേണം അടുത്ത റിംഗ് നോട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഒരു തവണ ചുറ്റി ഇതുപോലെ സൈസ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഏകദേശം റിംഗ് നോട്ടിൻ്റെയൊക്കെ സൈസ് ഏകദേശം ഒരുപോലെ ഇരിക്കണം. ഇടയ്ക്കൊക്കെ കൂടിയും കുറഞ്ഞു പോയാൽ കുഴപ്പമില്ല, പക്ഷേ ഏകദേശം സൈസ് ഒരേപോലെ ഇരിക്കുന്നതായിരിക്കും ഭംഗി. അടുത്തതും അതുപോലെ തന്നെ ഒരു തവണ ചുറ്റി ഇതുപോലെ താഴേക്ക് വലിക്കുക. ഇതുപോലെ ഈ സർക്കിളിൻ്റെ ഔട്ടർ പോർഷൻ മുഴുവൻ ഫില്ല് ചെയ്ത് കൊണ്ടുവരണം. ഇപ്പോൾ സർക്കിളിൻ്റെ ഔട്ടർ പോർഷൻ മുഴുവൻ നമ്മൾ റിംഗ് നോട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിൻ്റെ അകത്തായിട്ട് വേണം നമ്മൾ റിംഗ് നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവിടെ ഞാൻ ഒരു തവണ ചുറ്റുന്നുള്ളൂ. എന്നിട്ട് ഇതുപോലെ താഴേക്ക് വലിക്കുക. അടുത്ത റിംഗ് നോട്ട് തൊട്ടടുത്തായിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതുപോലെ തന്നെ ഇത് ഫുള്ള് ഫില്ല് ചെയ്യണം. ഇപ്പോൾ രണ്ടാമത്തെ സർക്കിൾ നമ്മൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിൻ്റെ നടുക്കും ഞാൻ റിംഗ് നോട്ട് വെച്ച് തന്നെയാണ് ഫില്ല് ചെയ്യുന്നത്. നമുക്ക് വേണമെങ്കിൽ ഫ്രഞ്ച് നോട്ട് വെച്ചും നടുക്ക് മാത്രം ഫ്രഞ്ച് നോട്ട് വേണമെങ്കിൽ കൊടുക്കാം, പക്ഷെ ഞാനിവിടെ റിംഗ് നോട്ട് തന്നെയാണ് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ ഫ്ലവർ ചെയ്ത് കഴിഞ്ഞു. റിംഗ് നോട്ട് വെച്ച് ചെയ്യുന്ന ഫ്ലവറിന് ചല്ല ഫ്ലവർ എന്നും പറയാറുണ്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം.